അപര സ്ഥാനാർത്ഥികൾക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. അപരന്മാരെ നിയോഗിക്കുന്നത് ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന നടപടിയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് ചെയ്യുന്നുണ്ട്. അപര സ്ഥാനാർത്ഥികളെ നിയോഗിക്കുന്നത് തടയണമെന്നും തൃപ്പൂണിത്തുറയിലെ NTA സ്ഥാനാർത്ഥിയുടെ ഹർജി പരിഗണിക്കവേ കോടതി നിരീക്ഷിച്ചു. അഞ്ജലി നായർ എന്ന പേര് ബാലറ്റിൽ ഉൾപ്പെടുത്തണമെന്ന സ്ഥാനാർത്ഥിയുടെ ആവശ്യം പരിഗണിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഗോപിക അരവിന്ദ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ഈ അപരന്മാരുടെ കാര്യത്തിൽ എന്താണിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്? ഈ തൃപ്പൂണിത്തുറ NDA സ്ഥാനാർത്ഥിയായ അഞ്ജലി നായരായിരുന്നു ഇത്തരത്തിലൊരു ആവശ്യവുമായി മുന്നോട്ട് വരുന്നത്. അവരുടെ ഔദ്യോഗിക നാമമായ അഞ്ജലി PV എന്ന പേര് മാറ്റിക്കൊണ്ട് ജനപ്രിയ പേരായ അല്ലെങ്കിൽ അവർ ഏറ്റവും അറിയപ്പെടുന്ന പേരായ അഞ്ജലി നായർ എന്ന പേരിൽ ബാലറ്റിൽ ഉൾപ്പെടുത്തണമെന്നും ആ പേരിൽ മത്സരിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ഈ ഹർജി കഴിഞ്ഞ ദിവസമാണ് എത്തിയത്. ഇത് പരിഗണിച്ച ഹൈക്കോടതി ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് അപര സ്ഥാനാർത്ഥികൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. അതായത് ഈ അപരന്മാരെ നിയോഗിക്കുന്നത് ജനാധിപത്യത്തെ കൊല്ലുന്ന പോലെയാണെന്നും അതുപോലെ തന്നെ ഈ വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണെന്നുമാണ്. കാരണം യഥാർത്ഥത്തിൽ ഒരു വോട്ട് ലഭിക്കുന്ന ആൾക്ക് ഈ സ്ഥാനാർത്ഥിക്ക് വോട്ട് നഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ വരുന്നു. അതുകൊണ്ട് തന്നെ ഈ അപര സ്ഥാനാർത്ഥികളെ നിയോഗിക്കുന്നത് തടയണമെന്നാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും വിമർശിച്ചു ഹൈക്കോടതി. എന്തായാലും അഞ്ജലി നായരെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂലമായ നിയോഗിക്കുന്നത് തടയണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഗോപിക അരവിന്ദാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.